ശ്രദ്ധിക്കൂ. നടൻ ബാല കൂടി നമുക്കൊപ്പം ചേരുന്നു. ബാല, താങ്കൾക്ക് കേൾക്കാം എന്ന് വിചാരിക്കുന്നു. പുറത്തു പോയിട്ടില്ല, ചോദിക്കാനും പറയാൻ നിൽക്കണ്ട, കേറി തല്ലിടണം. പിന്നെ എനിക്ക് കുറച്ച് ഡൗട്ടുണ്ട്. ഒരു പ്രഗ്നന്റ് ആയ ലേഡിക്ക് ആണാണോ പെണ്ണാണോ ചോദിക്കാൻ പറ്റുമോ? റൂൾസ് ഉണ്ടോ ഇവിടെ? അങ്ങനെ ചിരിച്ചു തള്ളണ്ട. ഇല്ല, തീർച്ചയായിട്ടും നിയമം നമുക്ക് അതിനുള്ള നിയമമുണ്ടോ ഇവിടെ? എന്നെ ഒന്ന് അങ്ങെടുത്തേ. അയ്യേ, ഇയാള് നമ്മുടെ പേരോട് കളയിലോട് പണി. അതുപോലെ തന്നെയാണ് കേട്ടത്. മോശം റിവ്യൂ കൊണ്ട് സിനിമ പരാജയപ്പെടും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു പ്രഗ്നന്റ് ആയ ലേഡിക്ക് ആണാണോ പെണ്ണാണോ ചോദിക്കാൻ പറ്റുമോ? കേക്കുക. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. ഇനി മേലാൽ എന്തെങ്കിലും തമാശക്ക് നീ ചിരിക്കുന്നത് കണ്ട. അതുപോലെ തന്നെയാണ് സിനിമ എന്ന് പറയുമ്പോൾ ഒരു സംവിധായകൻ ഒരു 10 മാസം എടുക്കും ഒരു പടം ചെയ്ത് പ്രസവിക്കുന്നത് പോലെയാണ് ആ പടം. അയ്യോ, കഷ്ടമായി പോയി. മണ്ടത്തരം പറയാറ വെട്ടി ഒരു ഫിലിം പ്രസവിക്കുക. രണ്ടാമത് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. എന്റെ പേഴ്സണൽ ലൈഫിൽ എന്തോ ഒരു എക്സ്പീരിയൻസ് പറയാം. അതെ, എന്നാ പിന്നെ എല്ലാം പറഞ്ഞു പോലെ. എന്ത്? അല്ല, ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. ഞാൻ തൊട്ടടുത്ത് ഒരു മാരേജ് ഉണ്ടായിരുന്നു. ആ മാരേജ് നടക്കുമ്പോൾ ഈ മാരേജുക്കും ബന്ധുക്കൾക്കും യാതൊരു ബന്ധമില്ല. എവനോ ഒരുത്തൻ പറയുന്നു ആ സ്ത്രീക്ക് 4 പേരോട് ബന്ധമുണ്ടെന്ന്. ഇവനൊക്കെ വെച്ച് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? നാളത്തെ സൂപ്പർ ഫാസ്റ്റിൽ പൊക്കോളണം. കല്യാണ പെണ്ണുക്ക് ആ ചെക്കനുക്ക് ഏതോ ബന്ധമുണ്ടെന്ന് പറയുന്നു. ആ മാരേജ് പൊളിഞ്ഞു പോയി. എന്താണ് പ്രശ്നം? ഒരു ചെറിയ പ്രശ്നം സോൾവ് ആക്കാൻ നോക്കിയതാ വലിയ പ്രശ്നമായി. ഒരു പ്രൊഡ്യൂസറുടെ കുടുംബം ഇറ്റ് ഈസ് റേപ്പിംഗ് എ ഫാമിലി. ഓവർ ആക്കല്ലോ. ബാല വേറെ ഏതോ യൂണിവേഴ്സിൽ നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എഴുതി വെച്ചിട്ടില്ല. ബാല പറയുന്നത് ഗർഭം, പ്രസവം, റേപ്പ്, ഇതിനെ കുറിച്ചാണ് ബാല ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത്. ബ്ലഡി ഫൂൾ. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ. ഞാൻ നിറോ ബ്ലാക്ക്, ഹാഷ്മിയുടെ നിറം പറയൂ. ബ്ലൂ. ബ്ലൂ ആണോ? എന്താ ബന്ധം? എന്താ ബന്ധമെന്നോ? ഞാൻ അന്വേഷിച്ച് വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ കോണകം എന്ന് പറഞ്ഞ സാധനം കുറിപ്പുണ്ട്. ഞാൻ അശ്വന്തിന്റെ കോണകം തപ്പി നടന്നു. വല്ലഭന്റെ ജെട്ടി കണ്ടടാ? ഞാൻ എടുത്തൊന്നുമില്ല, എനിക്കത് പാകാകയില്ല. പിന്നെ ഇതെവിടെ പോയി? ചങ്സ് എന്ന സിനിമയിൽ താങ്കൾ എന്തുകൊണ്ട് താങ്കൾ ആ പടത്തെ റിവ്യൂ ചെയ്തില്ല? പറയൂ. ആ സമയത്ത് ഞാൻ റിവ്യൂ ചെയ്യാറില്ല. നിങ്ങൾ എന്റെ ചരിത്രം പരിശോധിച്ചപ്പോ കോണകം മാത്രം പരിശോധിച്ചുള്ളൂ. ഞാൻ റിവ്യൂ ചെയ്ത താനൂർക്ക് ചക്ക തിന്നാൻ പോയതാ. ചക്കൊന്നും ഇപ്പോ പഴയ മാതിരില്ല. ഭീഷ്മരുടെ അർത്ഥം പറയൂ അശോക്. ഭീഷ്മരുടെ അർത്ഥം താങ്കൾ പറയൂ. നമുക്ക് സമയം പോകും, നമുക്ക് പോണ്ടേ? ഇല്ല, സമയമുണ്ട്, പറഞ്ഞതാ. ആന്ധ്ര സിനിമ ഗംഭീരമാണെങ്കിൽ അശ്വന്ത് ഗോക്ക് എന്ത് കോമാളി വേഷം കിട്ടിയാലും എങ്ങനെ വാദിക്കാനാണ്? അല്ല, അവിടെയല്ല. അരി 10,000 എലി ആന്ധ്രാപ്രദേശിൽ നിന്ന് വരും. എന്റെ കസിൻസ് മുഴുവൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത്തിരി വട്ടുണ്ടെന്ന്. ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ ഓഫർ വെക്കട്ടെ. ഇപ്പൊ പിടിച്ച ഈ പുലിവാലൊന്ന് പോരെ നിനക്ക്? നിങ്ങളുടെ ഓഫർ അനുസരിച്ച് ജീവിക്കുന്ന ആളല്ല ഞാൻ. ഇന്ത്യയും പാകിസ്ഥാനും ആണെങ്കിൽ പിന്നെയും ചേരും. പക്ഷെ ഇവരുടെ കാര്യം ഭയങ്കര കഷ്ടം. ഈ വർഷം പൂർണ്ണ 10-200 സിനിമയാവും. എത്ര സിനിമ വിജയിച്ചു സജി? എത്ര സിനിമ വിജയിച്ചു? എന്റെ പൊന്നു വായി, എന്നെ കുഴപ്പിക്കരുത്. ബാക്കി ബഹുഭൂരിപക്ഷം പരാജയപ്പെട്ടതാണ്. അശ്വൻ ഗോക്കിന്റെ കാലഘട്ടത്തിലാണ് നോക്കത്താത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഇവരെ അശ്വൻ ഗോക്കിനെ പോലെ റിവ്യൂ അന്ന് ഉച്ചയ്ക്ക് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടം പൊട്ടിയനെ. മലയാളം കണ്ട ഏറ്റവും നല്ല പടമായി മാറി. നെഗറ്റീവ് റിവ്യൂ പറയുന്നത് താങ്കളോട് ആര് പറഞ്ഞു? വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? അളിയന് ഫീൽ ചെയ്യിക്കുന്ന വർത്താനം പറയരുത്. യൂട്യൂബ് ചാനലുകളുടെ വ്യൂവേഴ്സിന്റെ എണ്ണം കൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി താങ്കൾ ഒരു ചാരിറ്റി കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? ഞാൻ എവിടെ എന്തൊക്കെയാ പറയുന്നത്? പൊളിഞ്ഞു പോയ പടങ്ങൾ ഒരു 3 പടങ്ങൾ പേര് പറയത്തില്ല. കാരണം എന്നാ പറ. ഇല്ല, പറയാൻ പറ്റില്ല. പറയാൻ പറ്റാതെ ചപ്പാത്തി തിന്നാൻ വരുന്നതും പലകയുടെ വലിപ്പം അന്വേഷിക്കേണ്ട കാര്യമില്ല. ഓ, അങ്ങനെയാണല്ലേ? അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. കോക്കിന് സിനിമയെ പറ്റി ഒരു ചുക്കും അറിയില്ല. ഷോട്ട് എന്താ അറിയില്ല. സംവിധാനം അറിയില്ല വെച്ചു. പക്ഷേ കോക്ക് റിവ്യൂ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും കഴിയില്ലാന്നേ. അതെങ്ങനെയാ? അത് കോക്കിന്റെ അവകാശമാണ്. ഇതെന്ത് ന്യായമാണ്? ഇതിലെവിടെ നീതി? ഇന്ന് ഫാമിലി തിയേറ്ററിലേക്ക് വരാറില്ല. വലിയ പടങ്ങൾക്ക് അതുപോലെ അതിശയപ്പെടുത്ത പടങ്ങളൊക്കെ വരാറുള്ളൂ. പക്ഷേ അതിന്റെ കാരണം എന്താണ്? പറയട്ടെ. ഫാമിലി തിയേറ്ററിൽ വരും. ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, അതും കൊങ്ങയ്ക്ക്. മച്ചമ്പി എങ്ങോട്ടാ? നാട് വിടുത്തതാ ബുദ്ധി. ഇത് ഞാൻ ഇതിനകത്തില്ല.
എനിക്ക് വയ്യ, ഞാൻ പോണു. 1 2 3 4 ചങ്കിനു ചങ്കേ ചെങ്കൊടി തന്നെ പിടിക്കേ, ചങ്കിനു ചങ്കേ തെങ്കൊടി തന്നെ പിടിക്കേ. എനിക്ക് ഏത് നേരത്ത് തോന്നിയോ ഇങ്ങനെ ഒരു മാരണം? ഇത് പത്രക്കാരുടെയോ പ്രതിപക്ഷക്കാരുടെയോ ചെവിയിലെങ്ങാനും എത്തിയാൽ മതി. പിന്നെ നാറാൻ വേറെ വല്ലതും വേണം. അത്രയും മനസ്സിനോട് ചേർന്ന് രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. പണ്ടേ രക്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കോളേജ് പഠിച്ചോണ്ടിരുന്ന കാലത്ത് മുതൽ ഒരു ചെറിയ ടച്ചസ് ഇതിനകത്തുണ്ടായിരുന്നു. ഒരു ശീലം അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചു. എന്തുവല്ലോ പറഞ്ഞ അപ്പോഴാണ് സദസ്സിന്റെ മുൻനിരയിൽ ആ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. ഒരാൾ എഴുന്നേറ്റ് നിന്ന് ആദരവോടെ പ്രസംഗം കേൾക്കുന്നു. ഞാനാണ് അയാൾ. വേറെ ആരുമല്ല, നടൻ ഭീമൻ രഘു. മനുഷ്യനിങ്ങനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? ഇവനെന്താ നാരായണത്ത് ഭ്രാന്തന് രണ്ടാം ജന്മോ? ഇവനെ അപേക്ഷിച്ച് നോക്കുമ്പോ നാരായണത്ത് ഭ്രാന്തന് എത്ര ഡീസന്റാ. മുഖ്യമന്ത്രി പ്രസംഗിച്ച 15 മിനിറ്റും ഭാവഭേദങ്ങളില്ലാതെ ഒറ്റ നിൽപ്പ്. ബുദ്ധി ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? നായി നടന്നോണ്ട് ഒരു കാര്യവുമില്ല, നായ്ക്കിരിക്കാനോട്ട് നേരവുമില്ല എന്ന് മുഖ്യം പറയുന്ന ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് പറയണം. നിൽപ്പിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ മറുപടി ഇങ്ങനെ. ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ആ സ്നേഹം കണ്ട കാരണം അദ്ദേഹം ഏത് പ്രോഗ്രാമിന് വന്നാലും ഞാൻ എവിടെ ഉണ്ടെങ്കിലും ബാക്ക് സീറ്റിലാണെങ്കിലും ഫ്രണ്ട് സീറ്റിലാണെങ്കിലും ഐ വിൽ ബി സ്റ്റാർ. കാരണം ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യും. നീ എന്റെ ശിഷ്യൻ തന്നെയാണടാ. ആശാനെ പറ്റിയ ശിഷ്യ. സാന്നിധ്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ അവാർഡ് ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം താങ്കൾ നിന്നിട്ടായിരുന്നു കേട്ടത്. ഇന്ന് എന്തുകൊണ്ടായിരുന്നു ഇരുന്നിട്ട് കേൾക്കാൻ? അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഈ പരിപാടിയിൽ എന്തുകൊണ്ടാ നിൽക്കാത്തതെന്ന് അത് കൊള്ളാം. അങ്ങനെ നിൽക്കുള്ളൂ, അതിന്റെ ആവശ്യമൊന്നുമില്ല. സാരമില്ല മാമ, എന്നായാലും ലോകം മുഴുവൻ അറിയാവുള്ളൂ അല്ലേ? അദ്ദേഹം ഏത് പ്രോഗ്രാമിന് വന്നാലും ഞാൻ എവിടെ ഉണ്ടെങ്കിലും ബാക്ക് സീറ്റിലാണെങ്കിലും ഫ്രണ്ട് സീറ്റിലാണെങ്കിലും ഐ വിൽ ബി സ്റ്റാർ. സത്യം ഞാൻ പറയാം, എനിക്കെല്ലാം അറിയാം. ബഹുമാനം കൊണ്ടാണ് നിന്നല്ലേ താങ്കൾ? അതെ അതെ, അതൊക്കെ അന്ന് ഉള്ള കാര്യങ്ങൾ. അതിനെ അവ എന്ത് ഊരെ ഏമാത്തലാ, ഉലകത്തെ ഏമാത്തലാ, ആനാ എന്നെ ഏമാത്ത മുടിയാതെ. ഭയങ്കര മനസ്സ് സങ്കടത്തിൽ സന്തോഷ്, ഭയങ്കര മനസ്സ്. നീ എന്നെ പറ്റിച്ചതാ. അപ്പോൾ ഇന്ന് എന്റെ വില്ലേജ് ലൈഫ് സീരീസിലെ ആദ്യത്തെ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാനൊരു കലക്കും എന്റെ കറവേട്ടാ. ഒരു അപ്കമിങ് സ്റ്റേജിലായതുകൊണ്ട് 1ാം സ്ഥാനത്ത് എത്തിയിട്ടില്ലെന്ന് മാത്രം. ഇവിടെ ഈ കുക്കിംഗ് ചെയ്ത് ചിക്കൻ നമ്മൾ കുക്കിംഗ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും. മക്കളെ, ഇതിനേക്കാളൊക്കെ ഉറക്കെ പ്രസംഗിച്ചുകൊണ്ട് ഇതിനു മുമ്പ് പലരും ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ ഫ്രണ്ടാണ് ജോൺസൺ കൂടെ ഉള്ളത്. മൊത്തം കുക്കിംഗ് ഞാൻ തന്നെ ചെയ്യുന്ന, പുള്ളിയെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടെ ഉണ്ട്. ഇതാരാ ഇവൻ? എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്താ. ഇവിടെ ചിക്കൻ കറി ആയിട്ട് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ ചിലതെല്ലാം ഇവിടെ തെളിയിക്കും. അപ്പോൾ നമ്മുടെ വില്ലേജ് ലൈഫ് വീഡിയോയിലെ ആദ്യത്തെ ഷോ ആണ്. ജോൺസോ മൺവാൾജി തീ കത്തില്ല. ഇതെന്താ റൗഡിസോ? തീ കത്തുന്ന ഉടനെ തന്നെ പാപ്പിന് ചൂടാവും. പാപ്പിന് ചൂടാകുമ്പോൾ ജോൺസോ ആദ്യം വെളിച്ചെണ്ണ. പിന്നെ എനിക്ക് എപ്പോഴും പറയാൻ പറ്റില്ല, കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കി നടത്തണമല്ലോ. ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്ന ഞാനാ. ജോൺസോ തീ കത്തില്ല. പാപ്പിന് ചൂടാകുമ്പോൾ ജോൺസോ ആദ്യം വെളിച്ചെണ്ണ. എനിക്ക് തിരക്കായതുകൊണ്ടാണ് ഞാൻ ഏജന്റിനെ വെച്ചത്. അപ്പോൾ ഈ ഒരു കുക്കിംഗ് പറഞ്ഞാൽ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു കുക്കിംഗ് ആണ്, അല്ലാതെ നമ്മളിവിടെ കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല. ചിക്കൻ കറി മഹി വെക്കണം, എന്തൊരു ടേസ്റ്റാ. സമയം കിട്ടുമ്പോ സാറുമാരും ഒന്ന് തിന്നു നോക്കണം. നാടൻ കോഴിയാണ്, ഞാൻ തന്നെ വളർത്തിയ കോഴിയാണ്. തീനും തിനയും കൊടുത്ത് അൻപുക്ക് പിൻപ് അൻപ് പെടാമ കണ്ടം തുണ്ടമാ വെട്ടി കലത്തിനെ പോട്ട് മാറ്റിണ്ടാക്കും. ഇത് സബള കണ്ടിച്ചു വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഉപ്പ്. എങ്ങനെ ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഗിയർ എന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കണം. പുല്ലേ എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ടാറിങ് നടക്കിയിരിക്കും. ചിക്കനാ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ ഇങ്ങനെ സാധനം കിട്ടുക. എന്നാരോട് പറഞ്ഞു? ചക്ക വേവിച്ച്, നാടൻ ചക്ക വേവിച്ചതിന് കൂടെ ചാട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഒന്ന് കഴിച്ചു നോക്കിട്ട് സാർ ജീവിച്ചിരുന്നാ നമുക്ക് വീണ്ടും കാണാം. ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് കന്തീഷ് പുരം എന്നാണ് അവന്റെ ആ ചെറ്റയുടെ ആ പരമ നാറിയുടെ പേര്. അയാളെ ജൂറി ചെയർമാൻ എന്നല്ല വിളിക്കേണ്ടത്, അപ്പം അമ്മ എഴുതി വെച്ചത്. അവന്റെ ദുഷിച്ച മനസ്സ് കൊണ്ടുവന്ന് എന്റെ വീഡിയോയുടെ അടിയിൽ എന്തിനെ കൊണ്ടുവന്ന് എഴുതി വെച്ചങ്ങോട്ട് ചെറ്റ. ഇനി ആർക്ക് വേണം വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും.
ഞാൻ തൂറി എറിയും നിന്നെ. എന്തോ സംസ്കാരമില്ലാത്ത കുടുംബം. നിന്റെ ആ പേര് കണ്ടാലേ, പേര് കേട്ടാലേ അറിയാം നീ സംസ്കാരമില്ലാത്ത കുടുംബമാണെന്ന്. ഞാൻ അങ്ങേ അച്ഛൻ പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും, ഇങ്ങേ അച്ഛൻ വന്ന തനി തറയാണല്ലോ തെണ്ടി. നിന്നെയൊക്കെ ചെരുപ്പ് ഊരി അടിക്കും ആളുകൾ. ഇതല്ലേ നിന്റെ മനസ്സിലിരിക്കുന്ന വൃത്തികിട്ട ദൂഷിപ്പ്. സത്താറേ, എന്തോ എന്റെ മൈൻഡില് ഓനോടനെ ചോദിക്കേണ്ടി വരും. കാണാനെങ്ങനെയുണ്ടാ പെണ്ണുങ്ങൾ നോക്കൂ. അവന്റെ തൊലിങ്ങി ഒരു മോന്തം വെച്ചോണ്ട് നിന്റെ മോത്ത് ആര് നോക്കൂടാ? പെമ്പിള്ളാരെങ്ങനെ നോക്കുവോ? ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, അതും കൊങ്ങയ്ക്ക്. വൃത്തികെട്ട വാക്ക് ഉപയോഗിക്കുന്ന നീ ആടാ. നിന്റെ മനസ്സിലെ വൃത്തികെട്ട നീചമായ വാക്കുകളാണ് നീ ഇവിടെ ഉപയോഗിച്ചത്. ഞാൻ ആരുടെ അടുക്കൽ വൃത്തികെട്ട വാക്ക് ഞാൻ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകൂടങ്ങളല്ലേ. നിനക്ക് തൻ്റെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പാടാ എന്റെ മുമ്പില്. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ ഒറ്റയ്ക്ക് വന്ന് അതിനകത്തിൽ വന്ന് ഉണ്ടാക്കിയിടാത്ത ഒറ്റയ്ക്ക് പാടാ എന്റെ മുമ്പില്. നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ട നിന്നെ ചവിട്ടി നശിപ്പിച്ച് കളയാനുള്ള ദേഷ്യം. ഒന്നും മിണ്ടരുത്. ചെല്ല്, ഇപ്പൊ ചോദിക്കാൻ കറക്റ്റ് ടൈമാ. നീ പോ. പിന്നെ ബെസ്റ്റ് സമയമാണ്. അല്ലെങ്കിൽ നാളെ ആവട്ടെ. കൂടി ഒന്ന് പഠിപ്പിക്കോ? നിന്നെ പോലുള്ള പരമച്ചറ്റകളും നാറുകളും ഇങ്ങനെ എഴുതിയിടുമ്പോഴാണ് ഞാൻ പ്രതികരിക്കുന്നത്. അപമാനിച്ച് ഞാൻ പോയിക്കോട്ടെ. അത് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ ആൾക്കാരെ വെറുപ്പിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഇതിന്റെ സ്പെഷ്യൽ എന്നല്ലെങ്കിൽ ബാക്കിൽ നല്ല പ്രിന്റ് വരുന്നുണ്ട്, നോക്കിയോ. ഇതാണ് പ്രിന്റ്. എന്താ മച്ചമ്പി ഇത്? എന്നോടാണ് ചോദിക്കുന്നത്. ഇക്കൊരു പെരുന്നാക്കത്തെ സാധനം ഇറങ്ങിയിട്ടില്ല ഒന്നും. പെരുന്നാക്ക് ഇറങ്ങിയിട്ടാണ് ഇതന്നെ ഇപ്പൊ കളിക്കുന്ന ഷർട്ട്. ഇതെന്ത് വേഷം? ഉണ്ണിക്കുട്ടൻ മോഡൽ ഷർട്ട്. നല്ല പേര്. ഇതിന്റെ സ്പെഷ്യൽ എന്നല്ലെങ്കിൽ ബാക്കിൽ നല്ല പ്രിന്റ് വരുന്നുണ്ട്, നോക്കിയോ. ഇതാണ് പ്രിന്റ്. കഷ്ടം, കണ്ടാ ഇല്ലാത്ത വീട്ടിലെന്ന് പറയില്ല കേട്ടോ. ഇതാണ് പ്രിന്റ്. ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം? മൂട്ടിന് സ്വല്പം തുണി പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. ഇത്രയും പട്ടികൾ കടിച്ചിട്ടും ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. എന്റെ ഡ്രസ് എങ്ങാനും കീറിയിരുന്നെങ്കിൽ കാണായിരുന്നു. ഷോപ്പിലേക്ക് വാ, കാസ്റ്റിക് ഫാഷനിലേക്ക്. ചൊറിഞ്ഞു കയറുന്ന എനിക്ക് ഇമ്പോർട്ടന്റ് പലകത്തി. ഇതിന്റെ പേര് ഉണ്ണിക്കുട്ടൻ ടച്ച്. ഇങ്ങനെ കേട്ടിട്ടെന്നെ പറഞ്ഞു. അന്നെങ്കിൽ കുറെ കളക്ഷൻ ഉണ്ട്, പലതരം കളറുണ്ട്. അവിടെ കാലത്തിനൊത്ത് പോലും മാറണം. പക്ഷെ ഇത് ബാക്കോലായി പോയി. പെരുന്നാക്ക് പൊടിവാറും ഈസി. ഇത് വലിയ തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് നാണോ മാനോ ഒന്നുമില്ലടാ ബാല. ഇതെന്താ ഇതിങ്ങനെ കൈവച്ചിരിക്കണേ? ഇതാണ് എന്റെ പ്രൊഡക്റ്റ്. മേങ്ങാ തേക്ക വെളുക്കപ്പാറ. ഗ്ലാമർ കൂട്ടാനാ ഇത് തേച്ചാലേ വെളുക്കും. അപ്പൊ നിങ്ങക്ക് വെളുക്കാൻ ആഗ്രഹം ഉണ്ടാ? ഇല്ല. അതെന്തേ? എന്തിനാ വെളുക്കണ? ഇത്രയോ ചേലെല്ലാം ആക്കിട്ട് നീ കറുത്തിട്ടുണ്ടാവും, ഒരു മാജയില്ലപ്പ. നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടത് അറിയാവോ? പോശവൻ. ഇപ്പോ എന്റെ ക്രീം ഓൾറെഡി GCC-ലാണെങ്കിൽ കേടല്ല, അമേരിക്കയിൽ പോലെ എത്തിന്. ഏതായാലും നമ്മളിപ്പോ മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി. എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. കമ്മിങ് ഫ്രം അമേരിക്ക, ഗോയിങ് ടു അമേരിക്ക. ഇപ്പൊ യൂറോപ്പിലേക്ക് ഇപ്പൊ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സംശയം ചോദിച്ചോട്ടെ? രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണോ? ഓക്കെ. അമേരിക്കയിൽ ആരോ മേടിച്ചത്? അതല്ല ഉദ്ദേശം. തലവേദന ആയല്ലോ ഈശ്വര. ഇത് ആക്ച്വലി ഒരു ബ്യൂട്ടി ക്രീമാണോ, ഇതൊരു സ്കിൻ കെയർ ക്രീമാണോ? ബ്യൂട്ടി എല്ലാം പറയാം, എന്തെങ്കിലും ഉപയോഗിച്ച് എല്ലാം പറയാം. രണ്ടും. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ സംകൂതായിരുന്ന. അതെ, ആ സമയത്ത് അന്നസറി ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. പക്ഷെ ഇത് നമുക്കെന്ന് വെച്ചാല് നമുക്ക് കുറെ ബെനിഫിറ്റ് ഉണ്ട് ഇതിന്. എന്താ ബെനിഫിറ്റ്? ഇത് നമ്മുടെ മുഖത്തുള്ള കലകള് ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഡോട്ട്സ് ഉണ്ടെങ്കിൽ അത് പോകും. എടാ വേല വയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? പിന്നെ അതല്ല, 10 ദിവസം കൊണ്ട് നിനക്ക് അന്ന പോലെ ആവാം. ഇപ്പോൾ മുഖം പണ്ടേ ചെകുത്താന്റെ പോലായിരുന്നല്ലേ അള്ളു പറഞ്ഞതിന്റെ അർത്ഥം? എന്നെ പോലെ ആണോ? എന്നെ പോലെ. എനിക്ക് ആവണ്ടല്ലോ. പിറ്റേ ദിവസവും നല്ല കാര്യം എന്നെ പോലെ ഇങ്ങനെ ഡ്രസ്സിങ് ആക്കിയതല്ലോ വരുമ്പോ. ഇത് അടിപൊളിയാണോ? എനിക്കിത് അടിപൊളിയായിട്ട് തോന്നിയില്ല. നിർത്തി അവമാനിക്കുവാണെന്ന്. അതായത് ബാദുഷയുടെ സൗന്ദര്യ സങ്കല്പം എന്താണ്? അങ്ങനെ വെച്ചാൽ ഇപ്പൊ ക്രീമിന്റെ തന്നെ പറയാലോ. ക്രീമാണോ ബ്യൂട്ടി? അങ്ങനെയല്ല, എന്ത് പറയണ്ട. ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട് സാർ, അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയ കൊള്ളാം. എനിക്ക് അറിയേണ്ടത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ഞാൻ നീ എന്ത് ഇങ്ങനെയല്ല എന്നെ പേടിപ്പിക്കുന്ന പിരാന്ത്. നീ എന്താണ് ചിരിച്ചത്? അല്ല, കോമഡി അല്ലേ? നിനക്ക് ചിരിക്കാൻ പറ്റിയ കോമഡി ഒന്നും ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടില്ല. പേഷ്യന്റിന് റെസ്റ്റ് കൊടുക്കണം. പേഷ്യന് നമുക്ക് കുറച്ച് റെസ്റ്റ് തന്നാ മതി. കത്തി എന്ന് വെച്ചാൽ വെട്ട് കത്തി. ബാബു മാമ മരിച്ചു.
കഷ്ടപ്പെട്ട് മദ്യം ഇനി എന്ത് ഞാൻ ക്യാരണ്ട് എക്സ്പ്രഷൻ വരുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അയ്യോ മനോഹരമായിരുന്നു. ഊതിയതാണല്ലേ? അല്ലടാ സത്യം. അത് ഞാൻ നടന്നുപോലെ കാണിക്കാം. അതിന് പിള്ളച്ചൻ തനിയെ പോയാ മതി, ഞാനില്ല. എന്താ മമ്മൂക്ക ഈസ് ഗ്രേറ്റ് ആക്ടർ. He is very marvelous actor. നിന്റെ ആ പുഴുങ്ങിയ ചിരി ഉണ്ടല്ലോ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അല്ല നമ്മൾ പിടിക്കുന്ന കാര്യം കുത്തിയിട്ട് കുറച്ച് തീർച്ചയായിട്ടും Extraordinary actor. എവിടെ നിന്ന് കിട്ടിയോ സാധനത്തിന്? ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. വേണ്ട. ഏതൊന്നും മലയാളി നടന്മാരെക്കാളും ഒരു മികച്ച നടൻ തന്നെ നമ്മുടെ മമ്മൂക്ക. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. ഞങ്ങളുടെ റിവ്യൂ പോലെ അല്ല കോക്കിന്റെ റിവ്യൂ, മറ്റേ ഉണ്ണി ബ്ലോഗിന്റെ അവരുടെ അങ്ങനത്തേക്ക് നിർത്തണ്ട. ആദ്യം കുറച്ച് സൂക്ഷിക്കുക യൂട്യൂബിൽ പറയുമ്പോൾ. മറ്റേ ലാലേട്ടന്റെ ബർത്ത്ഡേ ദിവസം പെണ്ണുപിടിയെന്ന് വിളിച്ചു. വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഞാൻ അന്നൊന്നും പറഞ്ഞില്ല, പിന്നീട് ഒരു വേദി കിട്ടപ്പോ ഞാൻ പറഞ്ഞു. ചവിട്ടിക്കോടാ, ആശാന്റെ നെഞ്ചത്ത് തന്നെ കയറി ചവിട്ടിക്കോ. ആശാനോ? ഏത് വകയില്? തലതെറിച്ചവൻ മറ്റുള്ളവർക്ക് എന്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. ഇത് തീർന്നില്ലേ? തീർന്നു. ശരി കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ മര്യാദക്ക് ജീവിച്ചൂടെ. അത്രേ ഉള്ളൂ. എന്നെ ഇമിറ്റേറ്റ് ചെയ്യണം. ജന്യായിരിക്കും. പേടിക്കണ്ട, അവരൊന്നും ചെയ്യില്ല. ഹായ് ഫ്രണ്ട്സ്, മലയാള ഫ്രണ്ട്സ്, മലയാള പെൺകുട്ടി, മലയാള ചേട്ടൻ, മലയാള ഫ്രണ്ട്സ്. എവിടെ കൊണ്ട് വലിയ ശല്യമായല്ലോ. പെട്ടുപോയില്ലേ, ഇനി സഹിച്ചല്ലേ പറ്റൂ. എത്ര നാൾ സഹിക്കും? ഞാൻ ഇപ്പോഴത് പാട പോകിற പാട്ടാണ് പളിവാള സാങ്. ഇവന്റെ പുറത്തുകൂടി കയറ്റി ഇറക്കേണ്ടി വരുന്നതാ തോന്നുന്നത്. 1 2 3 4 പളിവാള ബ്രത്ത വട്ടകം. എങ്ങനെ ബ്രത്ത വട്ടകം കയ്യിലേന്തും തമ്പൂരണ്ടി. എന്തിനുള്ള പുറപ്പാടാ? എന്നെ കൊലപാതകയാക്കല്ലേ. നല്ലച്ചന തിരുമുങ്കൽ ചണ്ടുങ്കാരി കാലി തുടങ്ങി നാങ്ങ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കല എന്ന് പറഞ്ഞാലേ അതൊരു സിദ്ധിയാണ്, ഒരു തപസ്യാണ്. ഹായ് ഫ്രണ്ട്സ്, ഷാറുഖ് ഖാൻ പാടൽ. ना कुछ बोला ना कुछ मांगा. Eminem song. We just met and I just fuck you. But I do know one thing, no. Beaches they come, they go. Saturday to Sunday, Monday to Sunday, yo. Tala Ajit voice. Ay, தெரியும்ல, തപ്പ് നടക്കുന്ന എല്ലായിടത്തും ഞാൻ ഇരുപ്പാം. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഗ്ലാസ്സില് കുറച്ച് വിഷം കലക്കി കൊണ്ടുപോവാ, ഞാൻ കുടിക്കാം.